നമസ്കാരം. ശ്രീനിവാസൻ ഓർമ്മയായി. ശ്രീനിവാസൻ ഓർമ്മയായെങ്കിലും അദ്ദേഹം നമുക്ക് നൽകിയ പാഠങ്ങൾ അതെന്നും നമ്മോടൊപ്പം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. മലയാള സിനിമയെ പ്രത്യേക തരത്തിൽ വ്യാഖ്യാനിച്ച, പ്രത്യേക തരത്തിൽ കണ്ട, പ്രത്യേക തരം കാണാനായിട്ട് മറ്റുള്ളവരെ പ്രേരിപ്പിച്ച ഒരു പ്രതിഭാശാലിയായിരുന്നു ശ്രീനിവാസൻ. നമ്മുടെ അതുവരെ നിലനിന്ന മലയാള താരസങ്കല്പങ്ങൾ, പുരുഷ സൗന്ദര്യം എന്നത് ഒരു നായകന് എക്കാലത്തും വേണ്ടതാണ്. നായക പരിവേഷൻ എന്ന് പറയുന്നത് ആ രീതിയിലാണ് പാകപ്പെട്ടു വരുന്നത് എന്ന് കരുതപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ മുന്നിലേക്കാണ് ഒരു താരപരിവേഷവുമില്ലാതെ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ തൻ്റെ സ്വാഭാവികമായിട്ടുള്ള അഭിനയശേഷി കൊണ്ട് പതുക്കെ ഇടിച്ചു കയറിയത്. അദ്ദേഹം വരുന്നത് എം സുകുമാരൻ്റെ ചരിത്രഗാഥ എന്ന് പറയുന്ന ഒരു സിനിമയുമായിട്ടാണ് എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഉള്ളത്. ചരിത്രമല്ലാതെ എനിക്കെങ്ങനെ ശ്രീനിവാസനുമായിട്ട് ഇടപഴകാനായിട്ട് കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന നടനെയും ശ്രീനിവാസനിലുള്ള ഒരു സോഷ്യൽ ക്രിട്ടിക്കിനെയും ഞാൻ എങ്ങനെയാണ് സ്വാംശീകരിച്ചത്, എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ എനിക്കുള്ള ഉത്തരം ഇതാണ്. എം സുകുമാരൻ എന്ന ഇടതുപക്ഷത്തെ വളരെ കർക്കശത്തോടുകൂടി വിമർശിക്കുകയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സങ്കല്പങ്ങളും അതിൻ്റെ നൈതിക ബോധവും ധാർമ്മികതയും ഒക്കെ നമ്മളുടെ സമൂഹത്തിനകത്ത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ആഗ്രഹിച്ച എഴുത്തുകളായിരുന്നു, പ്രത്യേക ശൈലിയിലുള്ള എഴുത്തുകളായിരുന്നു യഥാർത്ഥത്തിൽ എം സുകുമാരൻ്റെ. അത് ഉൾക്കൊള്ളുന്ന ഒരു നടനായിട്ടാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് അവിടെ നിന്ന് മാറി മലയാളിയുടെ പൊളിറ്റിക്കൽ സറ്റയറിന് എക്കാലത്തും അതിമനോഹരമായിട്ടുള്ള ഉദാഹരണമായി മാറിയ സന്ദേശം എന്ന് പറയുന്ന സിനിമ, എത്ര രസകരമായിട്ടാണ് ആ സിനിമ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടത്. അതിൽ ശ്രീനിവാസൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ എത്രയോ മനോഹരമാണ്, അതോടൊപ്പം തന്നെ അസാധാരണവുമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കുകയും മാറ്റിയെഴുതുകയും താരപരിവേഷം എന്നത് പൊളിച്ചു കളയുകയും ചെയ്ത പുതിയ താരസങ്കല്പം, വളരെ സാധാരണമായ മനുഷ്യൻ്റെ ഒരു നടന പ്രാപ്തി, അതിൻ്റെ സർഗാത്മകത, അത് നമ്മളെ ബോധ്യപ്പെടുത്തി എന്നത് ശ്രീനിവാസൻ കാലത്തിൻ്റെ മുന്നിൽ വച്ച ഒരു വെളിച്ചമാണ് എന്നാണ് ഞാൻ കരുതുന്നത്.